ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഈ മനോഹരമായ അവസരങ്ങളെ ഓർത്ത് നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കും. We should be thankful to the Lord in the presence of the Lord, thinking of this good opportunity, the good time the Lord has given us this year also. നമുക്ക് കിട്ടിയതായ വിഷയം എന്ന് പറയുന്നത് തീയിൽ നിന്ന് വലിച്ചെടുക്കുക എന്നാണ്. The theme that you have got for this youth meeting this year is that to pull out of the fire. തീയിൽ നിന്ന് ആരെയാണ് വലിച്ചെടുക്കേണ്ടത് എന്നുള്ളത് ആദ്യമായി നാം ചിന്തിക്കേണ്ട കാര്യമാണ്. We have to think first whom should be brought out of the fire. തീ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം നാം അറിഞ്ഞിരിക്കണം. We should first know what is this fire. ബൈബിൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതായ ചില ആത്മീകമായ സത്യങ്ങളിലേക്ക് ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. I want to bring your attention to some of the portions in the Bible that is told about the fire. ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളതായ ഈ ചിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. I want to bring your attention to the picture that is given on the cover of this booklet you have got. നമ്മുടെ ഈ സ്റ്റേജിൽ അതുമായി ബന്ധപ്പെട്ടതായ ഒരു ചിത്രം നമ്മളിവിടെ പതിപ്പിച്ചിട്ടുണ്ട്. At the back of the stage also there is a poster for that. അതിൽ 3 പ്രധാനപ്പെട്ടതായ വിഷയങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 important facts are given on that chart. 3 പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുമ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായ ചില ആത്മീക സത്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. I want to bring your attention to some spiritual facts that is represented by these 3 important facts. ഇതിനകത്ത് ആദ്യമായി നാം കാണുന്നത് തീയിൽ കിടക്കുന്നതായ അല്ലെങ്കിൽ തീയുടെ ഉള്ളിൽ കിടക്കുന്നതായ അനേക വ്യക്തി ജീവിതങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ചിത്രം കാണുവാൻ സാധിക്കും. In the picture first we see that a group of people that is in the fire. ഈ ചാർട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇവിടെ സ്റ്റേജിൽ ആ ചാർട്ട് പതിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. Those who don't have that booklet with you, I want to bring your attention to the chart that is pasted at the back of this stage. ഒന്നാമതായിട്ട് ഈ ചാർട്ടിൽ നാം കാണുന്നത് ശ്രദ്ധിച്ചാട്ട് കൺസ്യൂമിംഗ് ഫയർ എന്ന് പറഞ്ഞിരിക്കുന്നതായ ഒരു സത്യം ഒരു ഭാഗം നമുക്ക് അവിടെ കാണാം. ദഹിപ്പിക്കുന്ന അഗ്നി. Please look to the chart. First we can see a fire that is consuming fire that consumes everything. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളതായ ചാർട്ടിന്റെ അടിഭാഗത്ത് ആ ചിത്രം വരച്ചിട്ടുണ്ട്. In the chart that you have got in your hand, that picture is given at the bottom. അത് അനേക മനുഷ്യ ജീവിതത്തെ തകർത്ത് അല്ലെങ്കിൽ തീക്കകത്ത് കിടക്കുന്നതായ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. In that picture we can see a lot of people, those who have fallen into that fire. ഒരു ആത്മീകമായ അഗ്നിയെ സംബന്ധിച്ച് അടുത്തതായിട്ട് സ്പിരിച്വൽ ഫയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണാം. Next we see about the spiritual fire. അടുത്തതായിട്ട് ഒരു തേജസ്സേറിയതായ അനുഭവത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. തേജസ്സിന്റെ അഗ്നി എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. There is given a experience of glory, that is a glorious fire. ഈ വർഷത്തിൽ നമുക്ക് കിട്ടിയതായ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ 3 കാര്യങ്ങളാണ് ഒരു ദൈവഭക്തന്റെ ദർശനം താൻ കണ്ടത് ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. A man of God saw a vision, and that vision is pictured in this chart, and that is our theme this year. എങ്ങനെയാണ് തീക്കകത്ത് കിടക്കുന്നതായ ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് ഞാൻ അല്പമായി ഈ ചിത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. I want to remind you how a man who is in that fire can be redeemed from the fire. ഇന്ന് ഈ തീ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ നിത്യമായ അഗ്നിയിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യന്റെ പല സ്വഭാവങ്ങളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. The fire that is shown here, these are the bad habits, the natures of the man that takes him to the eternal fire. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിത്യ അഗ്നിയെ സംബന്ധിച്ച് ലോകത്തിലായിരുന്നപ്പോൾ പ്രസ്താവിച്ചിട്ടുണ്ട്. When we look into the Bible, we can see that the Lord Jesus told about the eternal fire. മത്തായിയുടെ സുവിശേഷം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ക്രിസ്തു അതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതായ ആത്മീകമായ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. If you read into the Gospel of Matthew, you can see that what Jesus has told about that fire. ഇത് 4 ഭാഗങ്ങളായിട്ട് തിരിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. We can learn about it in 4 parts. ആ 4 ഭാഗങ്ങളായിട്ടാണ്
അതെ നിത്യമായ അഗ്നിയെ അല്ലെങ്കിൽ നരകത്തെ സംബന്ധിച്ച് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. We can see in the Bible about this eternal fire or about the hell as 4 parts. അത് പാതാളം എന്നും അഗാധകൂപമെന്നും പുറത്തുള്ള ഇരുട്ട് എന്നും അടുത്തതായിട്ട് തീപ്പൊയ്ക എന്ന 4 ഭാഗങ്ങളാണ് ഈ നിത്യമായ ഒരു നരകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. It's all about the Sheol, the outer darkness and the bottomless pit and the outer place. അപ്പോൾ തീയിൽ നിന്ന് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ ചില സത്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. I want to remind you about some of the truths that related to pulling out of the fire. ആരാണ് നിത്യമായ അഗ്നിയിലേക്ക് അല്ലെങ്കിൽ തീയും ഗന്ധകവും കത്തുന്നതായി തീപ്പൊയ്യിലേക്ക് തള്ളിയിടപ്പെടുന്നത്? Who will be put into that eternal fire or the fire that is burning with brimstone? വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. We can see that clearly in the book of Revelation. കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില സത്യങ്ങൾ അതിനകത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. I want to remind you that to the children that you should know about it. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ തീ കത്തിയതായി ഒരു പട്ടണത്തെ സംബന്ധിച്ച് നമുക്ക് കാണാം. In the book of Genesis we see about a city that was burned. അവിടെ ദൈവം ആ പട്ടണത്തെ നശിപ്പിച്ചത് തീയും ഗന്ധകവും കൊണ്ട് എന്ന് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. In book of Genesis chapter 19 it is written that that city was burned with the brimstone by God. ഈ തീ കത്തുവാനുള്ളതായ കാരണം എന്താണെന്ന് ഉൽപ്പത്തി 19-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. We can see what's the reason why that city was burned when you read the chapter 19 of Genesis. അപ്പോൾ അതിനകത്ത് ഒരു സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തീ പൊയ്കയിലേക്ക് അല്ലെങ്കിൽ തീയിലേക്ക് ആരാണ് കടന്നു പോകുവാൻ പോകുന്നത്? From that we can see the fact that who will be put into the fire. എന്നാൽ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ട് ദൈവം ചില വ്യക്തികളെ അല്ലെങ്കിൽ ദൂതന്മാരെ ദൈവം നിയമിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. Then we can see that God appointed some people or some angels to pull somebody from out of that fire. മനുഷ്യന്റെ പാവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിൽ നിന്നുള്ളതായ അകൽച്ച മുഖാന്തരം ആ പട്ടണത്തിന് നേരെ ദൈവത്തിന്റെ ന്യായവിധി വന്നു. Because of the sin of man, the man was separated from God and the judgment of God came on the city. അപ്പോൾ ഹൃദയത്തിൽ നൊന്തതായ ആ ലോത്തിന് ദൈവം ഒരു വിടുതലിന് വേണ്ടിയുള്ള അവസരം ദൈവം ജീവിതത്തിൽ നൽകി. Then we can see Lot who was much worried about that condition. God gave a time for his deliverance. ഈ പ്രാർത്ഥനയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്നതായി കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിലുള്ളതായ തെറ്റുകളെ ഓർത്ത് നാം അനുദപിക്കുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മെ തീയിൽ നിന്ന് നിത്യമായ ന്യായവിധിയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവം ചിലരെ ഉപയോഗിക്കുകയുള്ളൂ. I want to remind to the children, those who are attending this meeting, that if you really repent for your sins, your faults, then God will appoint some people to bring you out of that fire. ഹൃദയത്തിൽ നൊന്തതായ ലോത്തിനെയും കുടുംബത്തെയും ദൈവം ന്യായവിധിയിൽ നിന്ന് ഉദ്ധരിക്കുവാനിടയായി തീർന്നു. Lot and his family who was pained with that sin of the city, God sent somebody to bring out of the fire. നമ്മിൽ പലരും വിചാരിക്കാറുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ, എനിക്ക് അങ്ങനെയുള്ളതായ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ബൈബിൾ നാം പഠിക്കുമ്പോൾ ദൈവം ചില സമയങ്ങളിൽ വളരെ ന്യായവിധി എന്ന് പറയുന്നത് വളരെ ശിക്ഷാവിധി വളരെ കർശനമായ രീതിയിൽ തന്നെ ദൈവം അത് നടപ്പാക്കിയിരുന്നു. Many may doubt, many may think that such a stage will come in my life, but according to the Bible teaches that at some time really the judgment of God will come. ഉൽപ്പത്തി 19-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. In the book of Genesis chapter 19 verse 24 it is clearly written. അപ്പോൾ ഈ തീ പൊയ്കയിൽ നിന്ന് അവരെ വലിച്ചെടുക്കുവാൻ ദൈവം ഒരു ദൂതനെ അവിടേക്ക് അയച്ചു. To pull him out of that fire, God sent an angel there. ഈ ദൂതന്മാർ അവിടെ ചെന്നപ്പോൾ ലോത്തും കുടുംബവും അല്ലെങ്കിൽ അവർക്ക് ഒരുങ്ങുവാൻ അല്പം താമസമൊന്നും അല്ലെങ്കിൽ അവർ നിർബന്ധമായിട്ട് വലിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. When the angels went there, Lot and his family, they delayed to come out of the city, but the angels pulled them out by their hand from that city. ഇന്ന് അനേക കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരു മുന്നറിയിപ്പ് നൽകുന്നു എങ്കിലും അവരാരും പുറത്തേക്ക് അല്ലെങ്കിൽ തീയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ അവരാരും താല്പര്യപ്പെടുന്നില്ല. Though God gives warning to ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ദൈവം മുന്നറിയിപ്പ് നൽകിയും ഇന്നും അനേകർ തീയിൽ നിന്നും
പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ അവരാരും താല്പര്യപ്പെടാറില്ല. The thing that we have to remember now, that though God gives the warning, many don't want to come out of that fire. കാരണം ഈ ലോകത്തിൽ ഒരു ന്യായവിധി ഉണ്ടാകുകയില്ല എന്നതായ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മിൽ പലർക്കും നമ്മുടെ ഹൃദയത്തിലുള്ളത്. Because in our heart many of us have the misunderstanding that no judgment will come on the earth. ഒരിക്കൽ ഒരു പെൺകുട്ടി സുവിശേഷം കേൾക്കുകയുണ്ടായി. Once a girl heard the gospel. അവൾ സുവിശേഷം കേട്ടപ്പോൾ മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം അഥവാ സ്നാനപ്പെടണം എന്നതായ ദൈവിക ആലോചന തനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. In the gospel, she got the message that she should be saved, she has to repent, she has to be saved, she has to come to the Lord. താൻ കോളേജിൽ പഠിക്കുന്നതായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. താൻ നന്നായി പഠിക്കുന്നതായ ഒരു കുട്ടിയായിരുന്നു. She was a student in a college and she was brilliant. എന്നാൽ തന്റെ ജീവിതത്തിൽ അന്ന് രാത്രി താൻ പോയി താമസിച്ചതായ റൂമിനകത്ത് പോയപ്പോൾ തന്റെ ഹൃദയത്തിൽ ആത്മാവ് തന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. തന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെടണമെന്ന് ഒരു ദൈവിക സന്ദേശം തന്റെ ഹൃദയത്തെ കുത്തിക്കൊണ്ടിരുന്നു. When she went back to her room in the night, the Spirit of the Lord dealt with her that you should repent, and there is a pricking in her heart. എന്നാൽ ഇവൾ തന്റെ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ മാനസാന്തരപ്പെടാം, സ്നാനപ്പെടാമെന്ന് ചിന്തിക്കുകയുണ്ടായി. But she decided that after 1 month I will repent, I will take baptism. ഇങ്ങനെ ഓരോ മാസം തന്റെ ഹൃദയത്തിൽ അങ്ങനെ ഡയറിയിൽ താൻ എഴുതി, തന്റെ കയ്യിലുള്ളതായി പുസ്തകത്തിനകത്ത് ആ ഡയറിക്കകത്ത് കുറിച്ച് ഒരു മാസം കഴിഞ്ഞ് ഞാൻ മാനസാന്തരപ്പെടാം, ജലസ്നാനം സ്വീകരിച്ചു കൊള്ളാമെന്ന്. In that diary she wrote in that after 1 month I will repent, I will take the water baptism. താൻ കിടന്ന് ഉറക്കം വരുന്നില്ല. She wanted to sleep, but the sleep is not coming. പിന്നീട് അത് മായ്ച്ചു കടഞ്ഞിട്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ മാനസാന്തരപ്പെടാമെന്നും സ്നാനപ്പെട്ടുകൊള്ളാമെന്നും താൻ തന്റെ ഡയറിയിൽ എഴുതി. She erased what she had written and she wrote in her diary that after 1 week I will repent and I will take baptism. പിന്നീടും തനിക്ക് ഒരു അസ്വസ്ഥതയുണ്ടായി. വീണ്ടും താൻ എഴുന്നേറ്റ് അടുത്ത ദിവസം ഞാൻ മാനസാന്തരപ്പെട്ടോളാം എന്ന് എഴുതി ചേർക്കുവാനിടയായി. Again she was not calm. She got up and she wrote in the diary the next day I will repent and I will take baptism. ബൈബിളെല്ലാം വായിക്കുന്നു, ഇന്നാകുന്നു രക്ഷാ ദിവസം എന്ന്. We see in the Bible that today is the day of salvation. എന്നാൽ ഈ പെൺകുട്ടി അങ്ങനെ എഴുതി എങ്കിലും അന്ന് രാത്രി താൻ കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. Though that girl wrote in her diary that tomorrow I will take baptism, the same night she was removed from the earth. ആ ഡയറി എടുത്ത് വായിച്ചവർ അത് ഞെട്ടിപ്പോയി. Those who read that diary, they got shocked. എന്താണ് ഇതിന്റെ കാരണം? What's the reason? നാം രക്ഷിക്കപ്പെടുന്നതും ജീവിതത്തിൽ പുതിയ തീരുമാനമെടുക്കുന്നതും ഒരാഴ്ചയോ ഒരു മാസം കഴിഞ്ഞിട്ടല്ല. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ എത്ര പേര് ഇവിടെയുണ്ട്? It's not after 1 week or after some days. Tonight itself I want to take a decision. How many of you children are here that? അനേക കുഞ്ഞുങ്ങൾ ഇന്ന് ഈ തീക്കകത്ത് കിടക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. Here in the church we can see that many children are now in the fire. മനുഷ്യന്റെ ജീവിതത്തിലെ പല ദുഷ്ടതയും അവന്റെ ജീവിതത്തിലെ പല പ്രവൃത്തിയാലും അവൻ ഈ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്തവനായിട്ട് ഈ തീക്കുള്ളിൽ മൂழ்കി കിടക്കുകയാണ്. Because of the wickedness and the wicked works of man, he is in the midst of the fire and he cannot come out of it. അത് ഒന്നാമതായിട്ട് ചെറുപ്പക്കാരായ അല്ലെങ്കിൽ യുവജനങ്ങളെ സംബന്ധിച്ച് ഇന്ന് നാം ചിന്തിക്കുമ്പോൾ അവർ സ്കൂളിലും കോളേജിലും മറ്റുള്ളതായ ജോലി സംബന്ധമായിട്ട് പല സ്ഥലങ്ങളിൽ അവർ ആയിരിക്കുകയാണ്. Today when we think about our youth in their school, in their college, at their workplace, they are at many places. അതിൽ അവർ പല രീതിയിലുള്ളതായ പാപത്തിന്റെ ബന്ധനങ്ങളിൽ അവർ അടിമപ്പെട്ടു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. We understand they are bound by many kinds of sins. They are slave to many sins. ഞാൻ ഒരു വർഷത്തിന് മുമ്പ് ചെങ്ങന്നൂരിലെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ when 1 year before when I was serving the Lord in Changanur, ഒരു മാതാവ് വളരെ ദുഃഖത്തോട് ഞാൻ ആ വീട് വിസിറ്റിംഗ് ചെയ്തപ്പോൾ എന്നോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി. when I went to visit a home, the mother there with a great grief she told me something. തനിക്ക് വളരെ ദുഃഖമുണ്ടായിരുന്നു എങ്കിലും ആ വിഷയം എന്നോട് പറയാതിരിക്കുവാൻ തനിക്ക് സാധ്യമല്ലാതെ ആ ഒരു അവസ്ഥയായിരുന്നു. Though she was grieved much, she had to tell about that subject to me. എന്താണ് സംഭവമെന്ന് അന്വേഷിച്ചപ്പോൾ മകന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു സംഭവത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി.
അവൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയി. അത് മുഖാന്തരമായിട്ട് അവനെ കോഴിക്കോട് ഒരു ജയിലിൽ അടയ്ക്കുവാനിടയായി തീർന്നു. When I asked about the reason, she told that her son, he is slave to this, and he is put in the jail today. അപ്പോൾ താൻ അങ്ങനെ ഒരു കാരാഗൃഹത്തിൽ ചെന്ന് തന്നെ അടച്ചപ്പോൾ മാതാവും കുടുംബവും വളരെ തകർച്ചയിലേക്ക് എത്തിച്ചേർന്നു. When he was put in that prison, the mother and the family, they went into such a depression. എന്താണ് അതിന്റെ കാരണം? What's the reason? അവന്റെ ജീവിതത്തിൽ ചെറിയ പ്രായം തൊട്ട് തന്നെ അതിനവൻ അടിമയായിരുന്നു. Because from the childhood itself, he was a slave to that. ആ അടിമത്വം അവനെ ദിവസേന അവനെ വല്ലാത്തതായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. That slavery took him to a very desperate condition day by day. ഇസ്രായേൽ ജനം ഇസ്രായേലിലേക്ക് പോയത് അത് പടിപടിയായിട്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. The children of Israel, they went to Egypt, not together, one by one they went. പാവം ഒരു മനുഷ്യനെ അടിമത്വത്തിലേക്ക് പെട്ടെന്നല്ല കുറേശ്ശെയായിട്ട് കൊണ്ടുപോകുകയാണ്. Sin takes a man to slavery not immediately but step by step. സ്കൂളിലും കോളേജിലും പഠിക്കുന്നതായി കുഞ്ഞുങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യമായിട്ട് അവർ വളരെ സ്നേഹത്തോട് ചില വിഷയങ്ങൾ നിങ്ങളോട് പറയുവാൻ സാധ്യതയുണ്ട്. The children, those who are studying the schools and the colleges, you know that your friends, in a very, very friendly way, they say something first to you. ഒരുപക്ഷെ അത് ടേസ്റ്റ് ചെയ്യുവാനായിട്ട് അവർ ആവശ്യപ്പെടും. They may ask to taste something. അത് കഴിയുമ്പോൾ അതിലേക്ക് അവരുടെ ഹൃദയവും ചിന്തയും കുറേശ്ശെയായിട്ട് അതിലേക്ക് ഇഴുകിച്ചേർന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. After you see something, sometimes like that, their heart and their thought, they join together with that. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ലഹരി ഒരു മനുഷ്യനെ അടിമയാക്കി കളയുമെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. We have to understand that the liquor takes a man to slavery. അതും പ്രത്യേകിച്ച് ആത്മീകരായ കുഞ്ഞുങ്ങളെ തകർത്തു കളയുവാൻ ശത്രു ഒരുക്കിയിട്ടുള്ളതായി വലിയ ഒരു കെണിയാണ് എന്ന് നാം ആരും മറന്നു പോകരുത്. We should not forget that this is a great snare that the enemy has prepared to take the children of God into. എനിക്ക് നന്നായിട്ട് ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളുമായിട്ട് നല്ല പരിചയമുണ്ട്. അവരുടേതായ അനുഭവത്തെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾ ചിന്തിച്ചിട്ടുമുണ്ട്. I have much experience with the people, those who are addicted to it, and I have thought about them many a time. അവർക്ക് ആഗ്രഹമുണ്ട് അതിൽ നിന്ന് പുറത്തു വരണമെന്ന്. They have a desire to come out of that addiction. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് അവർ ആഗ്രഹിച്ച് അവർ ചിന്തിക്കാറുണ്ട്, അതിനുവേണ്ടി ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ സമയം ആകുമ്പോൾ അവർ തന്നെ അതിലേക്ക് ചെന്ന് വീഴുകയാണ്. They have a desire, they try themselves to come out of that addiction, but when the time comes, unknowingly they go and fall into it. ഇന്ന് അനേക ലക്ഷക്കണക്കായ മനുഷ്യർ ലഹരിക്ക് അടിമകളായി തീരുന്നു. മാത്രമല്ല സ്കൂളിലും കോളേജിലും പഠിക്കുന്നതായ ഞാൻ ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. 80% കുഞ്ഞുങ്ങൾ അതിന് അടിമപ്പെട്ടു പോയി എന്നാണ് അതിന്റെ കണക്ക്. I have read in a book that about 80% of the children are now under addiction. അതും 13 വയസ്സ് പ്രായം തുടങ്ങി മുൻപോട്ട് ഉള്ളതായ കുഞ്ഞുങ്ങളുടേതായ കണക്കെടുക്കുമ്പോൾ അവർ 13 തൊട്ട് 18 വയസ്സ് വരെയും 80% കുഞ്ഞുങ്ങൾ അതിന് അടിമകളായി പോയി. When we take about the age of the children from the age of 13 to 18, among that age group about 80% of the children are now under addiction. ഒന്നാമത്തെ ഒരു അടിമത്വത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നതായ ഈ ലഹരിയുടെ ശക്തിയിൽ നിന്ന് നാം യഥാർത്ഥമായി വിടുതൽ പ്രാപിക്കണം. ഇല്ലെങ്കിൽ ഇത് നമ്മെ ദൈവത്തിൽ നിന്നും ദൈവിക അനുഗ്രഹത്തിൽ നിന്നും ലോകത്തിലുള്ളതായ ആത്മീകമായിട്ട് മാത്രമല്ല ഭൗമിക നന്മയിൽ നിന്നും നമ്മെ ദൂരപ്പെടുത്തിക്കളയും. First we have to come out of the power of the addiction. If not only in the spiritual life but in the world also, that will take us away from God and from the blessings. രണ്ടാമത്തെ തീ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അത് പല തരത്തിലുള്ളതായ മാധ്യമങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ശത്രു ഇന്ന് അടിമകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. The second kind of fire is the social media nowadays. That media takes many of our children into fire. അത് കഴിഞ്ഞ വർഷം അത് ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി വന്നതായ ആ ദൈവദാസൻ പറയുകയുണ്ടായി, അനേകരും അത് IC യൂണിറ്റിൽ കിടക്കുന്നത് പോലെയാണ്. കയ്യിലുള്ളതായ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പലരുടെയും ജീവൻ പോകുമെന്ന് പറയുകയുണ്ടായി. That
servant of God who came for the Bible class the last time, he also told that many of the children, they are addicted to that social media. And if you take the cell phone out of their hands, it's kind of, they are now put in ICU. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നതായ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. Now our children have come to such a desperate stage that they cannot live without using the mobile phones. മരണവെപ്രാളം പോലെയാണ് അവർക്ക് അതുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്. When that phones are taken out of their hands, it's like that they are put in the kind of death. ശത്രു അനേകരെയും വഞ്ചിച്ച് ദൈവത്തിൽ നിന്നും ദൈവിക അനുഗ്രഹത്തിൽ നിന്നും ദൂരമാക്കി കളയുവാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളതായ കെണിയാണ് എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത്. We should forget that this is a snare that the enemy has prepared to take many people away from God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അങ്ങനെ അനവധിയായ കുഞ്ഞുങ്ങളെ ഈ തീ പൊയ്യിലേക്ക് തള്ളിയിടുവാൻ വേണ്ടി ശത്രു ഇങ്ങനെയുള്ളതായി കെണി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. To put many of the children to the lake of fire, the enemy is preparing such snares. യൗവന പ്രായം ആകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു നല്ല നിലയിലേക്ക് പോകുവാനുള്ളതായ തയ്യാറെടുപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. When you enter into the youth, it's the time that you have to take a decision to enter into a new life. അവരുടെ ജീവിതത്തിൽ നല്ല ഒരു നിലയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള പരിശ്രമം എടുക്കുന്ന ഒരു സമയമാണ് ശത്രു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. The time when the youth have to take a decision and enter into a good time of their life, that time the enemy is putting them into the snare. ഉദാഹരണമായിട്ട് +2 കഴിഞ്ഞതായ ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, for example, if you take the case of a child who has just passed +2, ഒരു 5 വർഷത്തോളം അവർ അധ്വാനിക്കുകയും പഠിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അവർ ലോകപ്രകാരമായി നല്ല നിലയിലേക്ക് അവർ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. After that, studying for about 5 years, according to the world, they can come to a good life, a good stage. ഈ സമയത്താണ് ശത്രു അവരുടെ ചിന്തയെ, അവരുടെ മനസ്സിനെ വേറൊരു ട്രാക്കിലേക്ക്, വേറൊരു ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. At the same time, the enemy is taking their mind into another way. He deviates the track of the children. ആ സമയമാകുമ്പോൾ അവർ ഒരിക്കലും അനുസരിക്കുകയോ കീഴ്പ്പെടുകയോ ഉൾക്കൊള്ളുകയോ അവർ ചെയ്യാത്തതായ ഒരവസ്ഥയിലേക്ക് അവർ വന്നു ചേരും. At that time, they come to such a stage that they are disobedient and they cannot accept the facts they are told. ഉദാഹരണമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപദേശം, നല്ല ഉപദേശം നൽകിയാൽ അവരോട് ഇഷ്ടക്കേട് ഉണ്ടാകുന്ന ഒരു പ്രായമാണ്. For example, if a good advice is given to them by somebody, they won't like that, they won't like the person. ആരെങ്കിലും അത് ഉപദേശിക്കുമ്പോൾ അവരത് ഉൾക്കൊള്ളുകയില്ല, അംഗീകരിക്കുകയില്ല, അതിനവർ പ്രതികരിക്കുന്നവരായി മാറും. They won't recognize, they won't accept that advice they are given, they will react against it. 50-ാം സങ്കീർത്തനം 16-17 വാക്യങ്ങൾ നിങ്ങൾ എടുത്തു വായിച്ചു നോക്കിയാൽ ദുഷ്ടനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദുഷ്ടന്മാരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ദൈവത്തിന്റെ ശിക്ഷ നിരസിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. If we read the 16th and the 17th verses of Psalm 50, then we can see that the wicked, they reject the advice of God. 16-17 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Please read the verses 16 and 17. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിൽ എടുപ്പാനും നിനക്ക് എന്ത് കാര്യം? നീ ശാസനയെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. ദുഷ്ടനോട് പറയുകയാണ്, എന്റെ വചനം നീ പുറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. To the wicked, the Lord is saying, you have thrown away my words to your back. ആരെങ്കിലും അവരെ ശാസിച്ചാൽ അവർ ഒരിക്കലും അത് ഉൾക്കൊള്ളുകയില്ല. They won't accept if they are advised. അതിനവർ പ്രതികരിക്കുന്നവരായി മാറുന്നു. They will react to that. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അപ്പോൾ എങ്ങനെയാണ് ഈ തീക്കകത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ നമുക്ക് വലിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് വിടുതൽ നൽകുവാൻ സാധിക്കുന്നത്? How we can pull out of these children out of that fire? അവർക്ക് സ്വയമായി ഒരിക്കലും വിടുതൽ പ്രാപിപ്പാൻ കഴിയത്തില്ല. They cannot deliver themselves out of the fire. ഇങ്ങനെയുള്ളതായ സ്വഭാവത്തിന് അടിമപ്പെട്ടതായ വ്യക്തിക്ക് സ്വയമായി ഒരു വിടുതൽ ഉണ്ടാകുകയില്ല. The man who is under such a kind of bondage to such a habit, he cannot deliver himself. 40-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ അവർ പരിശ്രമിച്ചാലും ഒരിക്കലും അതിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല. As we read in Psalm 40, though they try, they cannot come out of that. അതൊരു നാശകരമായ കുഴിയും കുഴഞ്ഞതായി ചേരുപോലെയുള്ളതാണ്. That is a horrible pitch, and that is a kind of
Mary clay. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. എന്നാൽ ഇവിടെ നിന്ന് ഒരു നിലവിളിയാണ് ഉണ്ടാകേണ്ടത്. But from there a cry should come out. ജീവിതത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ നാം അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് ഈ തീക്കകത്ത് കിടക്കുന്നതായ വ്യക്തി നിലവിളിക്കണം എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമായി നമുക്ക് കാണുന്നത്. The most important thing that we can learn from this picture is that a person who is in the fire, he has to cry out, Lord, however I should be pulled out of that fire. നിങ്ങളുടെ കയ്യിലുള്ളതായ ചിത്രമെടുത്ത് നിങ്ങൾ നോക്കിയാൽ കൈ മാത്രമാണ് പുറത്ത് കാണുന്നത്. കൈയും തലയുടെ ചില ഭാഗങ്ങൾ, ചിലരുടെ കൈ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം ആ തീക്ക് ഉള്ളിലേക്ക് ആയി കഴിഞ്ഞിരിക്കുകയാണ്. You can see that picture that only the hands, and for some people a part of the hand, most of them only the hand can be seen out of the fire. നമുക്കറിയാം, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതായ ഒരു വ്യക്തി അവൻ പൂർണ്ണമായി മുങ്ങിപ്പോകുമ്പോൾ രക്ഷയ്ക്കായിട്ട് അവസാനം അവന്റെ കൈ ഉയർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. We know that a person who is sinking in the water, at the last he will raise up his hands for escape. എന്നാൽ ഒരു നിലവിളിയും അവൻ തന്റെ കൈ ഉയർത്തുന്നതും സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. But his cry and the hands that he has raised, that reaches to God in heaven. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുന്നതായ ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ആർക്കെങ്കിലും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ അടിമത്വം ഉണ്ടെങ്കിൽ അത് ലജ്ജിക്കേണ്ട. ഇന്ന് രാത്രി കണ്ണുകളെ അടച്ച് കർത്താവിനോട് നിലവിളിക്കുവാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾ കണ്ണുകളെ അടച്ചാട്ടെ. What I want to remind you this evening, that you don't have to worry if you are in that fire, and if you are ready to cry out to the Lord, raise up your hand, you close your eyes. ഈ തീയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. No man in the world can deliver us out of that fire. നിന്റെ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും സാധ്യമല്ല. Your education cannot help that. നിന്റെ കുടുംബശ്രേഷ്ഠതയ്ക്കോ ചുറ്റുപാടിനോ ഒരിക്കലും സാധ്യമല്ല. Your family and your circumstances cannot do that. ഇന്ന് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂസിലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്തിയാട്ടെ. Today evening, if you raise up your eyes to the Calvary of Jesus. ഈ പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും അധ്യാപകരും ശുശ്രൂഷകരും കണ്ണുകളെ അടച്ച് ഇന്ന് രാത്രി ദൈവത്തോട് നാം പ്രാർത്ഥിക്കുവാനുള്ളതായ ഒരു സമയമാണ്. And this evening, all the teachers and the parents and the servants of God, this is the evening time, is that you close your eyes and pray to the Lord. സോദോം ഗൊമോറ പട്ടണത്തിൽ നിന്ന് നേരെ വന്നതായി ന്യായവിധിയിൽ നിന്ന് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാനുള്ളതായ ഒന്നാമത്തെ കാരണം അബ്രഹാമിന്റെ പക്ഷപാതമുള്ള പ്രാർത്ഥനയായിരുന്നു. The reason why God rescued Lot from that fire that came on Sodom, that is the intercession of Abraham. അബ്രഹാമിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർന്നു. The intercessory prayer of Abraham came to the Lord. അബ്രഹാമിന്റെ പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവം തന്റെ ദൂതനെ സോദോമിലേക്ക് അയക്കുകയുണ്ട്. When the prayer of Abraham came to the Lord and God sent his angel to Sodom. അവനെ വിടുവിക്കേണ്ടതിന്, അവനെ വീണ്ടെടുക്കേണ്ടതിന് ദൈവം അവിടെ തന്റെ ദൂതന്മാരെ അയച്ചു. To redeem, to rescue Lot from the Sodom, God sent his angel. ഇന്ന് രാത്രികാലം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? അങ്ങനെയുള്ളവരെല്ലാവരും കരങ്ങളെ ഉയർത്താം. How many of you want for your children, for the rescue of your children this evening? Such people, please raise up your hand. നാം നമ്മുടെ കുഞ്ഞുങ്ങളെയോ മറ്റുള്ളവരെയോ കുറ്റം പറയുന്നത് നിർത്തിയിട്ട് ഇന്ന് രാത്രി നമ്മുടെ കരമുയർത്തി ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. Stopping this criticizing your children tonight, let us pray to the Lord for our children. അബ്രഹാം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പിതാവാണ്. Abraham was the father of faith. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നവരുടെ പക്ഷപാത പ്രാർത്ഥന ദൈവം ഇന്ന് രാത്രി മുദ്രയിടും. Today evening, God will seal the intercessory prayer of those who pray with faith. അനേക കുഞ്ഞുങ്ങൾ തീയുടെ ഉള്ളിലേക്ക് മുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ കൈ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുന്നു. Many of the children, they are only immersed in the fire. We can see only their hands. ശത്രു അവരെ പൂർണ്ണമായി വഞ്ചിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി അവരുടെ കൈ ഉയർത്തിപ്പിടിക്കുവാനുള്ളതായ ഒരു അവസരം ദൈവം അവർക്ക് നൽകി തന്നിരിക്കുകയാണ്. The enemy has deceived them today evening, but the Lord has given us an opportunity to raise up their hands. അവിടെ നിന്ന് ഒരു നിലവിളി ഉണ്ടാകുമ്പോൾ, when a cry come out of there, സ്വർഗത്തിലെ ദൈവം അവരെ രക്ഷിക്കുവാനുള്ളതായ ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാത്രി അവരുടെ മേൽ അയക്കുവാൻ പോകുന്നു. and God will send his purpose to save them out of that fire today evening. നീ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവത്തിന് നിന്നെ വിടുവിക്കുവാൻ കഴിയും. In whatever state you are, God can deliver you out.
ഏത് തീയുടെ ശക്തിയെയും ഇല്ലാതെയാക്കുവാൻ ദൈവത്തിന് കഴിയും. God can quench the power of any kind of fire. ഈ ലോകം നിനക്ക് വിരോധമായി തീ ഒരുക്കി വെച്ചിരിക്കുകയാണ്. And this world is prepared and fire against you. അങ്ങനെ ഒരു ന്യായവിധിയായിരുന്നു ബാബേലിൽ ഉണ്ടായിരുന്നത്. Such a judgment came on Babel. ബാബേലിൽ ഉണ്ടായിരുന്ന ന്യായവിധി അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. And the judgment that came on Babel is a very that we have to not ഇന്ന് about നമ്മൾ that. വിചാരിക്കും നരകമില്ല അല്ലെങ്കിൽ തീ പൊയ്കയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. Today many of you think that there is no lake of ഈ fire. ലോകത്തിൽ തന്നെ അങ്ങനെയുള്ള ന്യായവിധി ഉണ്ടായിരുന്നു. On this world itself there was such a kind of നമുക്ക് നമ്മുടെ judgment. കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം. Let us close our eyes and let us start praying to the Lord. നമ്മുടെ കുഞ്ഞുങ്ങളെ തീയിൽ നിന്ന് കർത്താവ് പുറത്തേക്ക് കൊണ്ടുവരേണം. The Lord should bring out of the children out of the fire. അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കഴിയുന്നതായ ഒരു പ്രാർത്ഥന ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഉയരേണം. Our prayer should come out from this hall today evening so that the Lord may pull them out of the fire. എല്ലാ ശുശ്രൂഷകരും ദൈവമക്കളും കൈ കോർത്ത് ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. Today evening all the sons of God and all the children of God, you hold out your hands and start praying. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. Let everybody sit and pray. അബ്രഹാമിന്റെ പ്രാർത്ഥന ഉയർന്നതുപോലെ ഇന്ന് രാത്രി ആരാധന ഹാളിൽ നിന്ന് അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. As the prayer of Abraham went up, those who want to deliver your children out of the fire, you hold your hands and start praying. ജോൺ വെസ്ലി എന്നതായ ഒരു ഭക്തൻ പ്രാർത്ഥന വീരനായിരുന്നു. John Wesley, that saint, you have said prayer warrior. അദ്ദേഹം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് Why? Because he prayed in the church of God. അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നതായ മദ്യസാബുകളൊക്കെയും അത് അടച്ചു പൂട്ടുവാനിടയായി തീർന്നു. During his time, all the liquor shops there, they had to close them. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. The history says that. ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല 100 വർഷത്തോളം അത് നീണ്ടു നിന്നു എന്നാണ്. The history says that not for 1 or 2 days, it was for about 100 ഏറെയായാൽ years. 80 എന്ന് പറഞ്ഞിരിക്കുകയാണ് മനുഷ്യന്റെ ആയുസ്. About the age of man is told at the most it is 80. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന അത് പരമാർത്ഥമായ ഒരു പ്രാർത്ഥനയാണെങ്കിൽ, If your prayer is a sincere prayer today evening, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ദൈവത്തിന്റെ സംരക്ഷണം അവരിൽ ഉണ്ടായിരിക്കും. throughout their age of our children, the prayer of പ്രാർത്ഥനയുടെ God will be ശക്തി there. ഉയരട്ടെ. And the power of prayer may rise up. പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. And the voice of prayer may come up. ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. Filled in the prayer, in the നമ്മുടെ അടുത്തുള്ളതായ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഗ്നി ഇന്ന് രാത്രി ഇറങ്ങട്ടെ. Today night, the fire of God may come upon the children that are sitting അവരെ here. പിടിച്ചു വെച്ചിരിക്കുന്നതായ ലോകത്തിന്റെ പാപത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അണിയട്ടെ. Whatever the bindings they had about the sin and of the world, let it be loosed tonight. അബ്രഹാമിന്റെ പ്രാർത്ഥനയാൽ ലോത്തിനും കുടുംബത്തിനും ഒരു വീണ്ടെടുപ്പ് ഉണ്ടായി. Because the prayer of Abraham, Lord had a deliverance. വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. With faith, let us pray. ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. In spirit, let us pray. ആ ദൂച്ച ശക്തിയെ ആത്മാവിൽ ഫാൽസിച്ച് പ്രാർത്ഥിക്കാം. Let us scold that wicked spirit and pray. ഈ സ്വഭാവത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളുണ്ട്. And there are wicked spirits, the powers that work behind this nature. നമുക്കറിയാം ഇന്ന് ലോകത്തിലെ ഒരു സംഘടനയാണ് അത് ദൈവത്തെയും ദൈവികമായ അനുഗ്രഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന സാത്താനിയ സഭ എന്ന് പറയുന്നത്. Today we know that in the world there is a church called Satanic Church. They are working against God and the blessings of God. അവരുടെ ആരാധനയും അവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേക ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ദൈവമക്കൾ അവരെല്ലാം തകർന്നു പോകണം, അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകണം, അവരുടെ ജീവിതത്തിൽ പലവിധമായ ഇങ്ങനെയുള്ളതായ പാപ സ്വഭാവത്തിന് അവർ അടിമപ്പെട്ടു പോകണമെന്നാണ്. The aim of this prayer and the aim of the worship is that our children, those are the children of the God, they should be separated from God, they should be put into slavery of many bad habits. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ അവരുടെ അനുഗ്രഹത്തെ ഈ ശക്തികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. These powers, they destroy the growth and the blessing of our children. അവരുടെ ഭാവി അവരുടെ ഉയർച്ചയെ ശക്തികൾ These തകർത്തുകൊണ്ടിരിക്കുകയാണ്. powers, they destroy the future of our ഇവരെ children. തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഒരു അഭിഷേകമാണ് നമുക്ക് ആവശ്യം. We need an anointing to pull them out of the ഇന്ന് fire. രാത്രി ആ അഗ്നി ഇവിടെ കത്തുവാനിടയായി തീരട്ടെ. Tonight, let the fire may burn here. ഇന്ന് രാത്രി അഗ്നി ഉയരട്ടെ. And tonight, let fire may rise up. ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുമ്പോൾ
when the fire of God comes down, അവരുടെ ജീവിതത്തിലുള്ളതായ സാത്താനിക അഗ്നി ഇന്ന് രാത്രി അത് പൂർണ്ണമായി കെട്ടുപോകും. and the satanic fire that is in their life, that will be completely put out. ആരും ബുദ്ധി കൊണ്ട് ജ്ഞാനം കൊണ്ട് ഇവിടെ ഇരിക്കരുത്. Nobody should sit here with എല്ലാ their wisdom. ശുശ്രൂഷകരും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. May all the servants of God pray in spirit. ദൈവത്തിന്റെ അഗ്നി ഇന്ന് രാത്രി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വന്ന് ഇറങ്ങട്ടെ. Let the fire of God may come down on our children. പ്രത്യേകിച്ച് അവരെ പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്നതായി കെട്ടുകൾ അഴിയട്ടെ. Especially the bindings that they are bound ഒരു കൂട്ടർ to be loosed. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാട്ടെ. And the others may pray. ഒരു കൂട്ടർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാട്ടെ. One group, let you pray. ഒരു കൂട്ടർ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാട്ടെ. One group of people in spirit you pray. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അതിന്റെ പിന്നിൽ പോരാടുന്ന ചില ദൂഷ ശക്തികളുണ്ട്. As I told you earlier, there are some wicked powers that work. ആ ദൂഷ ശക്തികൾ അലറി നിലവിളിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഓടണം. That wicked powers should go and cry. അവർക്ക് സ്വന്തമായി വിടുതൽ പ്രാപിപ്പാൻ കഴിയത്തില്ല. Their children cannot get deliverance themselves. യേശുവിന്റെ അടുക്കലേക്ക് വന്ന ഒരു പിതാവ് പറയുകയുണ്ടായി, A father who came to Jesus ഇവനെ told, തീയിലും വെള്ളത്തിലും ഈ ശക്തി തള്ളിയിടുകയാണ്. this power this spirit putting him into water അത് and ഇന്ന് into നമ്മുടെ fire. കുഞ്ഞുങ്ങളെ അനേകരെ ഈ ശക്തി തീയിൽ തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നു. Today many of our children are being put into fire by this ചിലരെ power. വെള്ളത്തിൽ തള്ളിയിടുകയാണ്. Some are being put in water. തീ എന്ന് പറയുന്നത് അത് നരകത്തിന്റെ ശക്തിയാണ്. And the fire, that is the power of hell. വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ ശക്തിയാണ്. Water, that is the power of the world. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ഇന്ന് ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. Many of our children have gone into the world. പല കുഞ്ഞുങ്ങളെയും ശത്രു നരകത്തിലേക്ക് And തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. the enemy is putting many of our children into എന്നാൽ ഇന്ന് hell. രാത്രി ദൈവത്തിന്റെ അഗ്നി ഇവിടെ കത്തട്ടെ. Let the fire of God be burned here. ഇന്ന് രാത്രി ദൈവത്തിന്റെ അഗ്നി ഇവിടെ എറിയട്ടെ. Tonight, let the fire of God be burned ദൈവമക്കളുടെ here. പ്രാർത്ഥന ഉയരട്ടെ. Let the prayer of the children of God be കുഞ്ഞുങ്ങളെ നിങ്ങൾ answered. നിലവിളിക്കാൻ തുടങ്ങിയാട്ടെ. Oh children, you cry. കർത്താവേ എന്നെ വിടുവിക്കണമെന്ന് നിലവിളിച്ചാൽ, God, deliver me, you cry out. എന്നെ വിടുവിക്കണമെന്ന് നിലവിളിച്ചാൽ, Cry out, God, deliver me. ഒരു മാനുഷിക കരമല്ല നിന്നെ വിടുവിക്കുവാൻ പോകുന്നത്. No hand of man can deliver you. ഇതാ ഉയരത്തിൽ നിന്നും ഒരു ശബ്ദം നമ്മുടെ മധ്യേ മുഴങ്ങി കേൾക്കുവാൻ Your പോകുകയാണ്. voice is to be heard from above. ആ ശബ്ദം നിന്റെ ചെവിയിൽ കേൾക്കട്ടെ. You must hear in your ear the നിനക്ക് voice. അസാധ്യം, എനിക്ക് സാധ്യം. What is impossible for you is possible with me. നിനക്ക് അസാധ്യമായത് എനിക്ക് സാധ്യം. What is impossible for you is possible with പല me. നാളും നീ ആഗ്രഹിക്കുന്നു, You are desiring for many എന്നാൽ days. നിനക്ക് അസാധ്യമായത് ഞാൻ സാധ്യമാക്കി തരാൻ പോകുന്നു. What is impossible for you, I am going to make it ഇന്ന് possible. രാത്രി ആ ദൈവ ശബ്ദം നിന്റെ ചെവിയിൽ മുഴങ്ങട്ടെ. The voice of God may boom in your ears today. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏത് പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. For whatever problem you pray, our God will hear your prayer. നാം ആരും ഒരിക്കലും സംശയിക്കരുത്. We should not doubt at any time. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. The Lord who hears our prayers in the midst of us ഇതിനുവേണ്ടി tonight. എത്രയോ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. For how many days we are praying for this and we are preparing for it. ഇന്ന് രാത്രി ഒരു അഗ്നി ഇവിടെ കത്തുന്നതായ ഒരു സമയമാണ്. This is the time that the fire is going to burn here. വേറെ ലോകത്തിൽ ഒരു ശക്തിക്കും ഈ കുഞ്ഞുങ്ങളെ തൊടുവാൻ ദൈവം അനുവദിക്കരുത്. God should not allow any other power in the world to touch ശത്രു them. അവരെ തള്ളിയിടുവാൻ അനുവദിക്കരുത്. The enemy should not touch them. ദൈവത്തിന്റെ ശക്തി ഇവിടെ ഇറങ്ങട്ടെ. Let the power of God be descend here. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പലരും പലതിലും അടിമപ്പെട്ടു പോയിരിക്കുകയാണ്. Many are slaves to these days. ദൈവസന്നിധിയിൽ പക്ഷപാത പ്രാർത്ഥന എന്ന് പറയുന്നത് അനേകരുടെ വിടുതലിന് മുഖാന്തരമായി തീരും. The intercessory prayer is needed for the deliverance of many in the presence of God. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതായി നമുക്ക് വേണ്ടി അനേക വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. Many saints prayed on their knees for us, those who are sitting here to the Lord. അത് മുഖാന്തരമായിട്ടാണ് കർത്താവ് നമ്മെ രക്ഷിച്ച് സത്യത്തിലേക്ക് കൊണ്ടുവന്നത്. That's the reason why God saved us and brought us to the truth. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേക ഭക്തന്മാർ ഇന്ന് ലോകത്തിൽ ഇല്ല എങ്കിലും അവിടെ പ്രാർത്ഥനയാൽ നാം വിടുതൽ പ്രാപിക്കുകയുണ്ട്. Though many of
of the saints, those who pray for us now, they are not in the world today. Their prayer saved us. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന് ദൈവം തീർച്ചയായും ഒരു വിടുതൽ നൽകും. If so, the dear ones, by your prayer, the Lord will deliver your children and your family surely. നിന്റെ കണ്ണുനീരിനെ ദൈവം കണ്ടിരിക്കുകയാണ്. God has seen your tears. നിന്റെ കണ്ണുനീർ ദൈവത്തിന്റെ സന്നിധിയിൽ അത് എത്തിച്ചേർന്നിരിക്കുകയാണ്. The tears, your tears has reached the presence of God. ആ കണ്ണുനീരിന് ദൈവം തീർച്ചയായും മറുപടി നൽകും. God should give reply to the tears. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അപ്പോൾ നാം ചിന്തിച്ചതായ വിഷയം എന്ന് പറയുന്നത് തീയിൽ നിന്ന് ഇവരെ വലിച്ചെടുക്കുക എന്നുള്ളതാണ്. The subject that we now thought is that to bring them out of that fire. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ഭാഗങ്ങൾ നമുക്കത് ശ്രദ്ധിച്ച് കാണുവാൻ സാധിക്കും. As I told you earlier, in 3 parts we can see ഈ that. തീയിൽ കിടക്കുന്നതായ മനുഷ്യൻ ദൈവത്തെ നോക്കി നിലവിളിക്കുമ്പോൾ, When this man who is in the fire, when he looking unto the Lord, when he cry out, ഈ നിലവിളി ശബ്ദം സ്വർഗത്തിൽ എത്തിച്ചേരുകയാണ്. അതാണ് ഇവിടെ നാം തേജസ്സേറിയതായ ഒരു അഗ്നിയെ സംബന്ധിച്ച് ഇവിടെ വരച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുവാൻ സാധിക്കും. we see here about a glorious fire that is thrown here, in that the cry of that person reaches heaven. ഇന്നുള്ളതായ ദൈവമക്കൾക്കും കർത്താവിന്റെ ശുശ്രൂഷകർക്കും അത് വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കേണ്ടതായ ചില കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. I want to remind you some of the things that the servants of God hear and the children of God you should hear and understand. ഇവരുടെ നിലവിളി സ്വർഗത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ, When their cry reaches to heaven, ഇവിടെ ഒരു ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം കർത്താവിന്റെ ശുശ്രൂഷകരുടേതായ നമ്മുടെ അപ്പച്ചന്മാരുടേതായ ഒരു ചിത്രം ഇവിടെ നമുക്ക് കാണാം. here we can see a picture about our saints. ആ ചിത്രത്തിൽ ഇവിടെ നിന്ന് അത് ഒരു സന്ദേശം ലഭിക്കുകയാണ്. ഈ സ്പിരിച്വൽ അല്ലെങ്കിൽ ദൈവസഭയിൽ ആയിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ അത് ശുശ്രൂഷകർക്ക്, ദൈവമക്കൾക്ക് ദൈവത്തിൽ നിന്ന് ഒരു സന്ദേശം ലഭിക്കുകയാണ്. From heaven a message is being sent. From God a message is being sent to the saints who are in the church of God, those who pray for them. നാം പാർക്കുന്നതായ ഓരോ പഞ്ചായത്തിലും ഓരോ ഏരിയയിലും ദൈവത്തിന് സ്തോത്രം താമസിക്കുന്നവർ വിടുതലിന് വേണ്ടി നിലവിളിക്കുമ്പോൾ ഈ സന്ദേശം ആദ്യം കിട്ടുന്നത് അവിടെയുള്ള ദൈവമക്കൾക്കാണ്. And when we pray in every panchayat, in every place, when we pray for the deliverance, and that message comes to the people of God in that particular place. ഇവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനുള്ളതായ സന്ദേശം ഇവർക്ക് ലഭിക്കുമ്പോൾ ഈ വ്യക്തി അവിടെ നിന്ന് തീക്കകത്തേക്ക് ചാടി ഇറങ്ങുന്നതാണ് ഈ ചിത്രത്തിൽ ആദ്യം കാണുന്നത്. ഒരു ആരോ മാർക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണുവാൻ സാധിക്കും. In that picture there is an arrow mark given there, in that we see that the person who got the message, he jumps into that fire. അതെ, നാം ദൈവികമായി സന്ദേശം ലഭിച്ചു കഴിയുമ്പോൾ നാം ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അവരെ രക്ഷിക്കണമെന്ന് പറയാതെ ആ തീയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. എങ്കിൽ മാത്രമേ അവരെ നമുക്ക് ഉത്തരിക്കുവാൻ സാധിക്കുകയുള്ളൂ. When we receive that message from heaven that we cannot save them at the place where we are sitting, we have to go into their life, we have to jump into the fire, then only we can deliver them out of that fire. ഭക്തനായ യോബിനെ സംബന്ധിച്ച് യോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, താൻ ഒരു ദൈവഭക്തനായിരുന്നു എങ്കിലും തന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയത് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അവർക്ക് വേണ്ടി യാഗം അർപ്പിച്ചപ്പോൾ. We see about Job that though he was a God-fearing man, he got a deliverance when he prayed for his friends and he delivered the offerings for his friends. അടുത്തതായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളോടായിട്ട് പറയുവാനുള്ളത്, The next thing I want to tell to the children, നിങ്ങൾ പഠിക്കുന്നതായ സ്കൂളിലും കോളേജിലും ഒക്കെയും അനേക കുഞ്ഞുങ്ങൾ ഈ തീ പൊയ്കക്കകത്ത് അല്ലെങ്കിൽ തീക്കകത്ത് കിടക്കുകയാണ്. in your school, in your college, many of the children, those who are studying with you, they are already in the fire. ആ കോളേജിൽ ദൈവം നിന്നെ കൊണ്ടുപോയതിന്റെ ഉദ്ദേശം ഇവരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് പുറത്തേക്ക്, രക്ഷയിലേക്ക്, സത്യത്തിലേക്ക് കൊണ്ടുവരുവാനാണ്. As a child of God, the reason for you, Lord has taken you to the colleges to take them out of that fire, those who are in the fire. ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അനേക ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുന്നത് പതിവായിരുന്നു. And at the places where we are serving the God, we have seen that our children, they bring many their friends, the girls and the boys, to prayer. എങ്ങനെയാണ് അവർ വരാനുള്ള സാധ്യത ഞാൻ പറയാം. Why, how they came to the prayer, how the chance came, I want to tell. നമ്മുടെ ഒരു കുട്ടി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ നേഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് അവൾ വേദപുസ്തകം എടുത്ത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഫെയ്ത്തോമിൽ വിളിക്കുകയും ഫെയ്ത്തോമിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. When one of our girls
who was studying in a nursing college. When there was difficulty for her studies, she opened her Bible, she read some portion, and she called to the faith home. അത് കഴിഞ്ഞ് അവൾ പരീക്ഷയ്ക്ക് പോയി നല്ല മാർക്കോട് ജയിച്ചു. അവളെക്കാൾ നന്നായി പഠിക്കുന്ന കുട്ടികൾക്കാളും അവൾക്ക് നല്ല മാർക്ക് കിട്ടി. After that, she went and wrote the examination, and she got better marks for better than the children, those who were studying better than her. അപ്പോൾ മറ്റുള്ളതായ കുട്ടികൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. The other children, they understood it. ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് അത് ഇവളുമായിട്ട് സമീപിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. They went to her and asked how it was possible for her. അത്ഭുതമെന്ന് പറയട്ടെ, ആ കുഞ്ഞുങ്ങൾ നമ്മുടെ ഫെയ്ത്ത് ഹോമിലേക്ക് വന്ന് അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. And wondrously, those children came to our faith home. They also started praying. അവരെയും കർത്താവ് അനുഗ്രഹിക്കുകയുണ്ടായി. God blessed them also. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അനേകരെ തീയിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ട് ദൈവം നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ആക്കിയിട്ടുണ്ട്. God has kept you at different places so that you may bring out of fire many other children. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടോ? ദൈവത്തെ അറിയാത്തതായ കുട്ടികളുമായിട്ട് ബന്ധങ്ങളും അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ ഉണ്ടായിരിക്കാം. എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അറിയാത്തതായ കുട്ടികൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സ്നേഹിതരായിരിക്കാം. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കരങ്ങളെ ഉയർത്തും. I want to ask you, at your school you may have the friends, those who are not saved, those who are not the children of God, and those who have such friends, please put up your hands. കൈ ഉയർത്തിയാട്ടെ എല്ലാ കുഞ്ഞുങ്ങളും. സത്യസന്ധരായിട്ടുള്ളവർ മാത്രം. Those who are sincere, put up your hands. You have friends, those who are not saved, such children, put up your hands. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. കൈ താത്തിയിടാം. Put down your hands. ഇനി അടുത്തതായി ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതായ ഈ ആത്മീകമായ സത്യം, അല്ലെങ്കിൽ കർത്താവായ യേശുവാണ് പാപത്തിന് വേണ്ടി കാൽവരി ക്രൂസിൽ മരിച്ചത്, രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് കൂട്ടുകാരോട് പറഞ്ഞവർ ഒന്ന് കരം ഉയർത്താം. How many of you have told your friends that only through Lord Jesus there is salvation? You have to repent for your sins, and through the cross you will get salvation. How many of you have told your friends? Please put up your hands. ആൺകുട്ടികളെല്ലാം ഏറ്റവും നല്ല കുഞ്ഞുങ്ങളാണ്. All the boys are very good. 3 പേര് മാത്രമേ ഉള്ളൂ. Only 3 boys have put up their hands. ബാക്കിയുള്ളവർക്ക് ആർക്കും ലോകത്തിൽ ആരുമായിട്ട് ഒരു കൂട്ടുകെട്ടുമില്ല. That means you don't have any friendship with anybody in the world. അവരത്രയും വേർപാട് സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. You live with such a life of separation. ആരോടും സംസാരിക്കുകയില്ല. They won't talk to anybody. കോളേജിൽ പോകും, തിരിച്ചവർ വരും. They won't just go to the college and come അവർ back. നന്നായി പഠിക്കും. They will learn well. സൺഡേ സ്കൂളിന് സമയത്തിന് എത്തുന്നവരാണ്. They come to the Sunday school in time. എല്ലാ കാത്തിർപ്പയോഗത്തിനും മുടങ്ങാതെ വന്ന് സംബന്ധിക്കുന്നവരാണ്. Without fail they attend all the tally meetings. അപ്പോൾ അങ്ങനെയുള്ളതായി കുഞ്ഞുങ്ങൾക്ക് ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്. Such children, they don't have any connection with the world. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അത്രയും വേർപാട് അനുഷ്ഠിച്ച് ജീവിക്കുന്നവരാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ, You ask yourself, are you living with such a life of separation? എന്നാൽ കർത്താവായ യേശുവിനെ സംബന്ധിച്ചുള്ളതായി സുവിശേഷം മറ്റുള്ളവരോട് നാം അറിയിക്കുവാൻ കടപ്പെട്ടവരാണ്. But we are bound to tell about the gospel about Lord Jesus to others. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതെ, വടക്കേ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ടതായ ഒരു നദിയുണ്ട്. In the north of our country there is an important river. അതിൽ കുഞ്ഞുങ്ങളെ യാഗമായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആ നദിയിൽ വലിച്ചെറിയുമ്പോൾ അവർക്ക് ഏതോ ചില നന്മ കിട്ടും, അനുഗ്രഹം കിട്ടും എന്നതായ തെറ്റായ ഒരു ധാരണ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നവർക്ക് ഉണ്ടായിരുന്നു. In the olden days there was a misunderstanding that if they throw their children to that river they will get some blessing. ഇന്നും ലോകത്തിൽ അങ്ങനെയുള്ളതായ മനുഷ്യനെ യാഗമായി അല്ലെങ്കിൽ ബലി അർപ്പിക്കുന്നവരുണ്ട്. Today also in the world at many places there are people, those who put their children into sacrifice. എന്തെങ്കിലും ദോഷങ്ങൾ മാറേണ്ടതിന് അവരുടെ കുഞ്ഞുങ്ങളെ യാഗമർപ്പിച്ചാൽ, ബലി അർപ്പിച്ചാൽ അത് അവർക്ക് അനുഗ്രഹമാണ്, ആ ശാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുമെന്ന തെറ്റിദ്ധാരണ കൊണ്ട് ഒരമ്മ ഒരു കുഞ്ഞിനെ വലിച്ച് ആ നദിയിലേക്ക് എറിയുകയാണ്. Because of the misunderstanding, a mother, they had some evil in their family. To get away from that evil, a mother throw her child into that river. അപ്പോൾ അതിലേക്കൂടെ പോയതായ ഒരു സുവിശേഷകൻ അത് കണ്ടു. A preacher who went that way, he saw that. താൻ ഓടിച്ചെന്ന് അത് തടയാൻ നോക്കി, അതിനു മുമ്പ് അവർ എറിഞ്ഞു കളഞ്ഞു. He ran there and he wanted to stop that, but before that mother threw that child into the river. കൊച്ചു കുഞ്ഞാണ്, പിടഞ്ഞ് അതിനകത്ത് മരിച്ചുപോയി. And അത്രയും താഴ്ചയുള്ളതായ ഒരു നദിയാണ്. Small child is a great river with great depth, and the child died. എന്നിട്ട് ഈ സുവിശേഷകൻ അമ്മയോട് സുവിശേഷം പറഞ്ഞു. This preacher told gospel to that mother. കർത്താവായ യേശു എന്ന രക്ഷിതാവ്
മനുഷ്യന് വേണ്ടി യാഗമായി തീർന്നു. ഇനി നമ്മൾ യാഗമായി ആരെയും അർപ്പിക്കേണ്ട എന്ന് പറയുകയുണ്ട്. Lord Jesus became the sacrifice for all humankind. Now we don't have to put anybody into sacrifice. ഇത് പറഞ്ഞ ഉടനെ ആ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സുവിശേഷകന്റെ കുത്തിന് കയറി പിടിച്ചു. And hearing that this mother, she caught hold of that preacher. ഒരു 5 മിനിറ്റിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് നഷ്ടപ്പെടുകയില്ല. If you had told this before 5 minutes, I would not have lost my child. ഇന്ന് രാത്രികാലം എത്ര കുഞ്ഞുങ്ങൾ തീരുമാനമെടുക്കുന്നു? Tonight, how many of you, the children, you take the decision? ഇനി ആരെയും ഈ തീക്കകത്ത് തള്ളിയിടുവാൻ ഞാൻ അനുവദിക്കുകയില്ല. I won't allow that from now onwards any of the children may be put in നിന്റെ the fire. കൂട്ടുകാരോട് ആത്മാർത്ഥമായ ഒരു സ്നേഹം നിനക്കുണ്ടെങ്കിൽ, If you have a real love to your friends, യഥാർത്ഥമായി അവരെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ, if you really love your friends, നിങ്ങളുടെ വലതുകരം ഉയർത്തിയാട്ടെ. you raise up your right hand. നിങ്ങളുടെ വലതുകരം ഉയർത്തിയാട്ടെ. You raise up your right hand. ഇനി 1 മിനിറ്റ് പോലും ഞാൻ താമസിക്കുകയില്ല. I will not now delay even 1 minute. കർത്താവായ യേശു രക്ഷിതാവ് എന്ന് പറയുവാൻ നീ 1 മിനിറ്റ് പോലും താമസിക്കരുത്. You should not delay even 1 minute to tell that Lord Jesus is the Savior. അനേക കുഞ്ഞുങ്ങൾ, അനേക പ്രിയപ്പെട്ടവർ ഇന്ന് ആ വെള്ളത്തിൽ വലിച്ച് എറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Today many dear ones, many children are being thrown into that water. സത്യമറിയാതെ അനേകർ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. Without knowing the truth, many are perishing. ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? Tonight, how many of you, the children, you want to take a decision? അങ്ങനെ ഒരു തീരുമാനം നീ എടുക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ ഇന്ന് രാത്രി അത് അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. If you take such a decision tonight, the Lord is going to bless you. ലോകത്തിൽ തന്നെ ആരെയെങ്കിലും രക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകമായ അവാർഡുകൾ കൊടുക്കാറുണ്ട്. In the world also we see that if you save somebody from some destruction, you'll get some award. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ നാം എത്ര ശ്രേഷ്ഠരായി തീരും. If so, how much great you will be in the presence of the Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ വേണ്ടതായ ആത്മീകമായ ബലവും ആത്മീകമായ ശക്തിയും ആത്മീകമായ കൃപയും നാം പ്രാപിച്ചുകൊണ്ട് വേണം മടങ്ങിപ്പോകുവാൻ. The children of our children, they should get that spiritual strength and the grace to pull others out of the fire. Receive that power and the grace. You should return tonight from here. ഈ തീ സാധാരണയായ ഒരു തീയല്ല. അതിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ചെല്ലുന്നവർ വളരെ സുരക്ഷിതമായ രീതിയിൽ നിന്നുകൊണ്ട് വേണം അവരെ രക്ഷിക്കേണ്ടത്. This fire is not an ordinary fire. Those are going to rescue them. You have to protect yourself while you are pulling them out of the fire. ഈ ചിത്രത്തിൽ നാം കാണുമ്പോൾ ഇത് സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീകമായ അഗ്നിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് അത് എന്നേക്കുമായുള്ള തീപ്പൊയ്യിൽ നിന്ന് അവരെ രക്ഷിച്ച് ഉയർത്തുന്നതായ ഒരു ചിത്രം നമുക്ക് കാണാം. അദ്ദേഹത്തെ ചുറ്റും ഒരു ദൈവിക സാന്നിധ്യവും നമുക്ക് കാണുവാൻ In സാധിക്കും. this chapter we can see that a person that is jumping out of that spiritual fire into that consuming fire and pulling that person out of that, and there is a presence, a spiritual presence of the Lord around that person. പാപത്തിലും സാപത്തിലും ജീവിക്കുന്നതായ മനുഷ്യനെ ഉദ്ധരിക്കുവാൻ ഇറങ്ങിച്ചെല്ലുന്നവർ പാപത്തിന്റെ ശക്തിയാൽ ആകർഷിക്കപ്പെടരുത്. ഉദാഹരണമായിട്ട് നിന്റെ കൂട്ടുകാരൻ ലഹരിക്ക് അടിമയാണെങ്കിൽ, നിന്റെ കൂട്ടുകാരൻ മറ്റുള്ള സോഷ്യൽ മീഡിയയ്ക്ക് അടിമയാണെങ്കിൽ അവരെ അതിൽ നിന്ന് ഉദ്ധരിക്കുവാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ ശക്തി നിന്നോട് പോരാടാം. The people, the children, those are going to pull out of your friends, those who are in the fire. You have to be very careful. And if your friend is addicted to drugs, you should be very careful. You should be touched by that habit. എന്നാൽ നീ ഒരു ആത്മീക അഗ്നിയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ട ഉപദേശം നൽകണം. You pray to God and you give advice to pull them out of that fire with a spiritual way. ഈ അഗ്നിയിൽ നിന്ന് അവരെ കൊണ്ടുപോകുന്നത് ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയിലേക്ക് ദൈവികമായ സത്യത്തിലേക്ക് അവരെ കൊണ്ടു നിർത്തണം. From this consuming fire you have to take them out and bring them to a safe place, that is a church of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ഇവിടെ ഇരിക്കുന്നതായ ഇത്രയും കുഞ്ഞുങ്ങൾ ഒരു വർഷത്തിൽ നിങ്ങൾ ഒരു കൂട്ടുകാരനെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ആകർഷിച്ചാൽ ഈ ഹോള് നിറച്ച് അത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും. Now this much children are here. If in 1 year you say you bring to God at least one friend, then this hall will be full of the people and we can worship the Lord together. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് അവരുടെ നിലവിളി ശബ്ദം കേട്ട് അവരെ രക്ഷിക്കുവാൻ നാം ഇറങ്ങിച്ചെല്ലുക. First we have to pray for them. Second, hearing their cry
cry, we have to go and pull them out. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അടുത്തതായിട്ട് മിസ്രൈമിയ ശക്തിയെ സംബന്ധിച്ച് ബൈബിളിൽ നാം പഠിക്കുമ്പോൾ അത് ഇരുമ്പ് ഉള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Again we read about the power of Egypt in the Bible, that is a iron furnace. അത് ഒരു അടിമത്വത്തിന്റെ ശക്തിയെ കാണിക്കുകയാണ്. This iron furnace show a power of bondage. ഒന്നാമത്തെ അനുഭവം പക്ഷവാതത്തിൽ കൂടെ നാം അവരെ പ്രാർത്ഥനയിൽ കൂടെ പുറത്തു കൊണ്ടുവരുന്നുവെങ്കിലും രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തെ നോക്കിയുള്ളതായ നിലവിളിയും അവരുടെ കണ്ണുനീരും അവരുടെ കരച്ചിലും മുഖാന്തരമാണ് മിസ്രൈമിൽ നിന്ന് അവരെ ദൈവം വീണ്ടെടുക്കുവാൻ പദ്ധതി ഒരുക്കിയത്. In the first case we saw that by the intercessory prayer that he was brought out of the fire, but in the case of Egypt, the children of Israel, only by their cry to the Lord and hearing the cry and the tears of the children, God brought them out of that അവരെ Egypt. ദൈവം അവിടെ നിന്ന് ഉദ്ധരിച്ച് അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു. God brought them out of Egypt. God brought them to the wilderness. കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നാം ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് ആത്മീക ജീവിതത്തിലേക്ക് നാം കടന്നു വരികയാണ്. I want to tell you to the children that we have to come to that experience of wilderness in our spiritual life. ആത്മീകമായ ആ മരുഭൂമിയിലേക്ക് നാം കടന്നു വരുന്നത് ചെങ്കടൽ കടന്നിട്ടാണ്. When we are coming to the spiritual wilderness after crossing the Red Sea. ഇവിടെ കടന്നു വന്നിട്ടുള്ളതായി കുട്ടികൾ എത്ര പേർ ജലസ്നാനം സ്വീകരിച്ചവരുണ്ടെന്ന് കൈ ഉയർത്തിയാട്ടെ. How many of the children, those are gathered here, you are taking water baptism? Such children may put up your hands. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. എന്തിനാണ് ഇവർ ചെങ്കടൽ കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നത്? Why they had to cross the Red Sea? നമുക്ക് എല്ലാവർക്കും അറിയാം, മിസ്രൈമിൽ നിന്ന് അവർക്ക് വീണ്ടെടുപ്പ് നൽകിയത് പെസഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. We all know that they got the deliverance from Egypt by the blood of the Paschal lamb. നാം പാപമോചനം പ്രാപിക്കുന്നത് ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെയാണെങ്കിലും നമ്മുടെ ജീവിതത്തെ അലട്ടുന്നതായ ജന്മ സ്വഭാവം അത് നമ്മെ അനുഗമിച്ചുകൊണ്ടിരിക്കും. Though we have been delivered by the blood of Jesus, that nature of sin that is in us, that will follow us. ആ ജന്മ സ്വഭാവത്തിൽ നിന്ന് അവരെ അനുഗമിച്ചതായി മിസ്രൈമി ശക്തിയിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിച്ചത് ചെങ്കടൽ കടന്ന സമയത്തായിരുന്നു. The power of that Egypt they were following, the children of God, children of Israel, they got deliverance when they crossed the Red Sea. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ജലസ്നാന സത്യത്തിന് ഇത്രയും ആഴമായ മുൻതൂക്കം ബൈബിൾ കൊടുത്തിരിക്കുന്നത്. That's why the Bible gives such a great importance to water baptism in the New Testament. അതുകൊണ്ട് ഇതുവരെയും സ്നാനപ്പെടാത്തതായി കുട്ടികളുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ സ്നാന ശുശ്രൂഷയുണ്ട്. അതിനായിട്ട് ഒരുക്കമുള്ളവർ, സമർപ്പണമുള്ളവർ, തീരുമാനമുള്ളവർ ആ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. The children, those who are not taken baptism till now, there is a water baptism ministry tomorrow morning. If you decide, if you repent, you can take that baptism tomorrow. ആത്മീക ജീവിതത്തിൽ നാം ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് വന്നു ചേരണം. Spiritually we have to come to a safe place. അതാണ് ഇവിടെ നാം വായിക്കുന്നത്. ഒരു ആത്മീക അഗ്നി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയെ രക്ഷിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തി ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവനെ കൊണ്ട് നിർത്തുക എന്നുള്ളതാണ്. That's why we see about the spiritual fire that a person may be rescued from that consuming fire. He should be brought to the safe place, the church of God. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കഴിയാവുന്ന ഇടത്തോളം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി ആത്മീകമായ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കണം. I want to tell you that as much as possible you go to the prayer and you should receive the strength, the spiritual strength. പ്രത്യേകിച്ച് യവനക്കാരായ കുഞ്ഞുങ്ങൾ കാത്തിർപ്പ് യോഗത്തിൽ പോയി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടണം. Especially the youth, you should attend the chariot meetings and you should be filled with the power of spirits. ഇവിടെ ദഹിപ്പിക്കുന്നതായി തീയിൽ നിന്ന് അവരെ ആത്മീകമായ അഗ്നിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. From the consuming fire they are being brought to the spiritual fire. ഈ ദഹിപ്പിക്കുന്നതായ അഗ്നി എന്ന് പറയുന്നത് അവരെ ന്യായവിധിക്കുന്നതും നശിപ്പിച്ചു കളയുന്നതുമാണ്. എന്നാൽ ആത്മീക അഗ്നി എന്ന് പറയുന്നത് അവരെ രൂപപ്പെടുത്തുന്നതാണ്. This consuming fire is destroying them and it's a judgment on them, but the spiritual fire is that which transforms them. അതിൽ 3 വിഷയങ്ങൾ ഞാൻ വേഗത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ I താല്പര്യപ്പെടുന്നു. want to remind you quickly 3 things about that. ഒന്നാമതായിട്ട് അത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതായി തീയെ സംബന്ധിച്ച് നമുക്ക് കാണാം. First we can see in the book of 1 Kings chapter 18 about the fire that came down from heaven. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയപ്പോൾ ബാലിന്റെ ശക്തികൾ അവിടെ ഓടിക്കളഞ്ഞു. When the fire came out from the heaven, the power of Baal they went from there. ഈ നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തെ ആരാധിക്കാൻ
സമ്മതിക്കാതെ പോരാടുന്ന ശക്തികളുണ്ട്. Today there are many powers that they won't allow our children to worship the Lord. അത് ഒന്ന് അവരുടെ ഹൃദയത്തെ കഠിനമാക്കുന്ന ശക്തിയാണ്. What is that power that hardens their heart? ആ കാലഘട്ടങ്ങളിൽ ഒരു രാജാവ് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നു. ആകാശ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹൃദയ കഠിനം എന്നാണ് ബൈബിൾ അതിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. We see that about the king that was ruling that time, and that was Ahaz, and the meaning of that word is hardening the heart. ആരാധനയ്ക്ക് പോകുവാൻ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ താല്പര്യപ്പെടാറില്ല. Many time our children don't want to go to the worship. പ്രാർത്ഥന സമയമാകുമ്പോൾ ഞായറാഴ്ച ദിവസം പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുന്നവരുണ്ട്. At the time of the prayer, many children are there, those who are sleeping very nicely, covering them with the sheets. പല കുഞ്ഞുങ്ങളും കാത്തിരിപ്പ് യോഗത്തിൽ പോയി ആത്മാവിൽ നിറയുവാൻ താല്പര്യപ്പെടാറില്ല. Many of the children, they don't want to go to the charity meeting and to be filled with the Spirit. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ ഒരു 2 വർഷത്തോളം കൊട്ടാരക്കരയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. I'm not accusing anybody. I had got an opportunity. God helped me to minister the Lord for 2 years in Kottarakara. അവിടെ കണ്ടതായ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നടക്കുന്നതായ എല്ലാ മാസയോഗങ്ങളും ഉണർവ് മീറ്റിംഗിലും ഏറിയ ഭാഗവും അത് യുവജനങ്ങളാണ് അവിടെ വന്ന് സംബന്ധിക്കുന്നത്. What I saw there in almost all the monthly meetings and the revival meetings, the majority of the people those are gathering were youth. അത് ആ കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. And that is very blessing to the children. അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ് അവർക്ക് ലഭിക്കുന്നത്. And they used to get a great deliverance by that. കുഞ്ഞുങ്ങളെ നിങ്ങൾ ആത്മീകമായിട്ട് സഭയിലുള്ളതായി മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ആത്മീക ബന്ധം നമ്മൾ പുലർത്തുന്നവരായിരിക്കണം. Children, we should have a spiritual relation with other children in the church. സഭയിൽ വരുന്നതായ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് അത് വലിയ ഒരു ആത്മീക ബന്ധം നമുക്കുണ്ടായിരിക്കണം. We should have a spiritual relation, a connection with the other children, those who come to our church. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ആ കാലഘട്ടങ്ങളിൽ ജനങ്ങളുടെ ഹൃദയം കഠിനമായിരുന്നു. In those times, the hearts of the people were hardened. ദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് കഴിയാത്തതായി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. They couldn't worship the Lord. There were objections there. അതുകൊണ്ട് യാഗപീഠം തകർന്നു കിടക്കുകയാണ്. So the altar was in a ഇന്ന് അനേക കുഞ്ഞുങ്ങളുടെ ജീവിതം തകർന്നു കിടക്കുന്നു, അല്ലെങ്കിൽ യാഗപീഠം തകർന്നു കിടക്കുന്നു. Today the life of many children, otherwise the altar are being demolished. എന്നാൽ ഏലിയാവ് യാഗപീഠം പണിയുവാൻ തീരുമാനിച്ചു. But Elijah, he started to rebuild that altar. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന കുട്ടികൾ എത്ര പേർ യാഗപീഠം പണിയുവാൻ, ആരാധനയെ പുതുക്കുവാൻ, ആത്മീകമായി മുൻപോട്ട് പോകുവാൻ തീരുമാനമെടുക്കുന്നവർ എത്ര പേരുണ്ട്? Tonight the children, those are hearing these verses, how many of you decide to rebuild your altar and you are to go forward in your spiritual life? 2 ദിവസം യൂത്ത് മീറ്റിംഗിൽ വന്നു, ഇവിടെ ഇരുന്ന് ആത്മീകമായിട്ട് ഏതെങ്കിലും ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ചു, കൂട്ടുകാരുമായിട്ട് ഇവിടെ ഒന്നിച്ച് ഇവിടെ ദൈവത്തെ സ്തുതിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തകർന്നു പോകുന്നതായ അനുഭവമാണോ? After attending for 2 days in this youth meeting here with your friends, you were here, you got some blessings, and then you return, and if you go back to the old stage again after that. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയപ്പോൾ, when God replied the prayer of Elijah, നിന്റെ ആത്മീക ജീവിതത്തിലും ഭൗമികമായ ജീവിതത്തിലും ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമെങ്കിൽ ഇന്ന് രാത്രി യാഗപീഠം പണിയുവാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? For the Lord to bless your spiritual life as well as your material life, how many of the children are ready to rebuild your altar? എന്റെ ദൈവത്തെ ഞാൻ ഇനി ആരാധിക്കുമെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? How many of you are ready to worship your Lord? എന്റെ ദൈവത്തിനായിട്ട് എന്നെ സമർപ്പിക്കുമെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? How many of you say that I surrender to my Lord? കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തെ ശത്രു തകർത്ത് കളഞ്ഞു. In the previous days the enemy destroyed my എന്നാൽ life. ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ മാത്രം കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Tonight the children, those who want to submit your life to the Lord, you raise up your hands and shout a hallelujah. Hallelujah. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. യാഗപീഠം പണിതു തുടങ്ങി. And the altar was rebuilt. തകർന്നതായ യാഗപീഠം പണിതുകൊണ്ടേയിരിക്കുകയായിരുന്നു. And demolished that പണിത് അത് altar was being പൂർത്തീകരിക്കപ്പെട്ടു. rebuilt. And that is completed. അതിനുമീതെ യാഗങ്ങൾ അർപ്പിക്കുകയാണ്. And the sacrifices offered എന്നിട്ട് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ വന്നിറങ്ങി. When Elijah prayed, the fire came down from heaven. ദൈവം നമ്മെ ദഹിപ്പിക്കുന്നതായ അഗ്നിയിൽ നിന്ന് ഒരു ആത്മീക അഗ്നിയിലേക്ക് കൊണ്ടുവരണം. God should bring out of the consuming fire to the spiritual fire. ഇന്ന് രാത്രികാലം ആ ആത്മീകമായ അഗ്നി ഈ ലോകത്തിൽ എവിടെ നിന്നുമല്ല,
ഇവിടെ പ്രസംഗിക്കുന്നതായി ഞങ്ങള് ശക്തി കൊണ്ടോ കഴിവുകൊണ്ടല്ലാതെ ഇറങ്ങി വരുന്നത് അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അഗ്നിയാണ്. Tonight, it is not from us, those who are preaching here, or not from anywhere else, but that fire comes down from heaven. ആ അഗ്നി എനിക്ക് ആവശ്യമെന്ന് പറയുവാൻ അത് എത്ര പേർ ആഗ്രഹിക്കുന്നു? How many of you want to say that fire is needed for me? ഏലിയാവ് കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. When Elijah raised up his hand and prayed, God gave the reply. കഴിഞ്ഞ നാളുകളിൽ നിന്റെ അനുഗ്രഹത്തെ എല്ലാം ശത്രു തടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. In the previous days, the enemy might shout objections to the blessings from നേരത്തെ God. കാത്തിർപ്പയോഗം നടത്തിയപ്പോൾ പാസ്റ്റർ പറഞ്ഞല്ലോ, നിന്റെ വിദ്യാഭ്യാസം, നിന്റെ ഉയർച്ച, നിന്റെ ആത്മീക ഭൗമിക നന്മകളെ തടയുന്ന ശക്തികളെ സംബന്ധിച്ച്. When in the Tally meeting, Pastor told that the powers that's in this side, that object your studies, your future, your spiritual life. യാഗപീഠം പണിയുവാൻ ആഗ്രഹിച്ചവർ കണ്ണുകളെ അടച്ച് മുട്ടുമേലിരിക്കും. Those who want to rebuild your altar, be on your knees, close your eyes. നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുവാനുള്ളതായ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. Now the time that we have to finish our prayer. അത് മാനുഷികമായ തീ കൊണ്ട് അവർക്ക് ഒരിക്കലും വിടുതൽ കിട്ടുകയില്ല. By human fire, they won't get the deliverance. ഞാൻ 3 തരത്തിലുള്ളതായ അഗ്നിയെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞുവല്ലോ. I told you that I will tell about 3 kinds of fire. ഏലിയാവിന്റെ യാഗപീഠത്തിൽ വന്ന് ഇറങ്ങിയതായ അഗ്നി അത് പ്രാർത്ഥനയാൽ ഉയരത്തിൽ നിന്ന് വന്നിറങ്ങി. The fire that came down on the altar of Elijah, that was the result of the prayer of Elijah that came down from heaven. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യാഗപീഠത്തെ ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നു. You can see that around that altar there was water. വിറകും യാഗവസ്തു എല്ലാം നനഞ്ഞിരിക്കുകയാണ്. And that firewood and that the sacrifice object all were wet. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. Be attentive. നിങ്ങൾ മുട്ടുമേലിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. Be on your knees and pray. സ്വർഗത്തിൽ നിന്നാണ് തീ വന്ന് ഇറങ്ങേണ്ടത്. The fire should come down from heaven. സ്വർഗത്തിൽ നിന്ന് തീ വന്ന് ഇറങ്ങുമ്പോൾ ഏത് പ്രതികൂലമാണെങ്കിലും അതെല്ലാം ദൈവം നിനക്ക് അനുകൂലമാക്കി തരും. And whatever the things that is against you, when the fire from heaven comes, God will make it to you possible. ആ ശത്രു നിന്നോട് പറയും, നിന്റെ മേൽ അഭിഷേകം ഇറങ്ങുകയില്ല, കാരണം ഇതെല്ലാം നനഞ്ഞു കിടക്കുകയാണ്, തീ കത്തണമെങ്കിൽ അതിന് പര്യാപ്തമായ ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന്. Enemy may say that the fire will not come down on you because it's all wet, and there should be a circumstance for the fire to burn. ശത്രു നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരുപക്ഷെ അനുവദിക്കത്തില്ലായിരിക്കാം. And the enemy may not allow you to submit yourself. എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നാട്ടെ. May all of you close your eyes and നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല ഈ തീ ഇറങ്ങുവാൻ പോകുന്നത്. not because of our ability. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. Be everyone in prayer in the presence of God. ഏലിയാവിന്റെ 2 പ്രാർത്ഥനാ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ In സാധിക്കും. that chapter we can say about 2 prayers of Elijah. ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ളതായി തീ ഇറങ്ങണമെന്നാണ്. The first was that fire from heaven should come down. ആ തീ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത് അനുഗ്രഹത്തിന്റെ മഴയ്ക്കായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. When that fire came down, then he prayed for a rain that is a blessing. നാളുകളായി വർഷങ്ങളായി നിന്റെ അനുഗ്രഹത്തെ തടയുന്ന ശക്തിയിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കണമെങ്കിൽ, If you want to get deliverance from that power that is objecting the blessing for days, നീ വളരെ ഭാരപ്പെടുന്നു, അധ്വാനിക്കുന്നു, എന്നാൽ നിനക്ക് വിടുതൽ പ്രാപിപ്പാൻ you are കഴിയും. trying very hard, but you cannot get any deliverance. എല്ലാ കുഞ്ഞുങ്ങളും വായി തുറന്ന് കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. May all children may open your mouth and cry to the Lord, oh Lord, please help me. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും വായി തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ. All the boys and girls together with me, you cry out. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ. All you may say with me, കർത്താവേ എന്റെ യാഗത്തിന്മേൽ തീ ഇറങ്ങണമെന്ന്. Lord, on my sacrifice let the fire come down. ആ കുട്ടികൾ ആരും എഴുന്നേറ്റ് പോകരുത്. അവിടെ എഴുന്നേറ്റ് പോകരുത്. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. Let all the children be attentive. No one should go out now. എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. All you may please close your eyes and pray. ഒറ്റ ഒരു കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പോകരുത്. Nobody should go out now. എല്ലാവരും പ്രാർത്ഥിക്കാം, കർത്താവേ എന്റെ യാഗപീഠത്തിന്മേൽ തീ ഇറങ്ങണമെന്ന്. Let every one of you pray that on my altar ഏലിയാവ് പണിത യാഗപീഠത്തിന്മേൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങിയെങ്കിൽ, on the altar of Elijah, if the fire from God came down. ഇന്ന് രാത്രികാലം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. We are going to pray for you tonight. ഞങ്ങൾ കരമുയർത്തി സ്തോത്രം ചെയ്യാൻ പോകുകയാണ്. We are going to praise the Lord, raising up our hands. ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല, ഉയരത്തിൽ നിന്ന് ഒരു അഗ്നി ഈ ആരാധന ഹോളിൽ ഇറങ്ങി വരുന്ന സമയമാണ്. Not from our hands, from above a fire will come out in this meeting hall. അനേക കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഗ്നി ഇന്ന് രാത്രി ഇറങ്ങുന്ന സമയമാണ്. This is the time that the fire from God
will come down on many children. ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേർ ഇവിടെയുണ്ട്? How many of you are praying like Elijah prayed? പ്രാർത്ഥനയാൽ അഗ്നി ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങും. By prayer the fire will come down tonight. പ്രാർത്ഥനയാൽ ദൈവത്തിന്റെ അഗ്നി ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. By prayer the fire of the Lord is coming down here now. ആരും കണ്ണു തുറന്ന് നോക്കരുത്. Nobody should open your എല്ലാവരും eyes. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. Let everyone be in prayer in the presence of ആ God. അഗ്നി സാധാരണ ഒരു അഗ്നിയല്ല. That fire is not an ordinary fire. ആ അഗ്നി വന്ന് ഇറങ്ങിയപ്പോൾ When that fire came down, ബാലിന്റെ പ്രവാചകന്മാരെല്ലാം ഓടുവാൻ തുടങ്ങി. all the prophets of Baal, they ran away. യഥാർത്ഥ അഗ്നി ഇറങ്ങുമ്പോൾ When the real fire comes നിന്റെ down, അനുഗ്രഹത്തിന് തടസ്സമായി പോരാടിയ ശക്തികൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഓടിപ്പോകും. all the powers that were against your blessing, all those powers will run away from here. നിനക്ക് അറിയാത്ത രീതിയിൽ അത് നിന്നോട് പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. Those powers were fighting against you in a എന്നാൽ ഇന്ന് രാത്രി ആ ശക്തികൾ ഓടുവാൻ പോകുകയാണ്. tonight those powers are going to run. അതിന് സ്വർഗീയമായ അഗ്നി ഇവിടെ കത്തേണ്ടത് ആവശ്യം. For that the heavenly fire should burn. ആരും കണ്ണു തുറക്കരുത്. ദൈവത്തിന്റെ അഗ്നി കത്തുവാൻ പോകുന്നു. Nobody should open your eyes. The fire of God is going to burn. വിശ്വാസികളായി ദൈവമക്കൾ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. The believers, the children of God, you may please ശിശുരക്ഷകരെല്ലാവരും നിങ്ങളുടെ കരമുയർത്തി നിങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. all the sons of God, you please may raise up your hands and praise the Lord and pray. അനേക അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി അനേക കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഓടുന്ന സമയമാണ്. The powers of darkness, those who are against the life of our children, they are going to run away tonight. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. Be in prayer. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. Be in prayer. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഉണർത്തിയത് അതായിരുന്നു. When I prayed, the Spirit of the Lord revived me. ഒരു വലിയ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. A great praise going on. അനേക കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട്. And many children are there in എന്നാൽ that. അവരെ ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ ശത്രു പോരാടിക്കൊണ്ടിരിക്കുന്നു. But there is a power that is fighting against them. എന്നാൽ അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വന്ന് ഇറങ്ങിയിട്ട് But when the power of God comes down on അവരുടെ them, ജീവിതത്തിൽ പോരാടുന്ന ശക്തികൾ അവരെ വിട്ട് ഓടിപ്പോകുന്നു. powers that are fighting against them, ഇതാണ് ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഉണർത്തിയത്. and the Spirit of God told me about when I was അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആ അഗ്നി ഇവിടെ കത്തുവാൻ പോകുകയാണ്. praying. If so, that fire is going to burn you tonight. ദൈവം ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല. God is not a God saying നമ്മുടെ lies. കുഞ്ഞുങ്ങളെ ആത്മീക അഗ്നിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. Our Lord is going to bring our children to the എല്ലാവരും fire. കണ്ണുകളെ അടച്ചാട്ടെ. And all of you ആ close your അഗ്നി eyes. ഇവിടെ ഇപ്പോൾ തന്നെ കത്തുവാൻ The പോകുകയാണ്. fire is going to burn now. അനേക കുഞ്ഞുങ്ങൾ ആ അഗ്നിയിൽ ഇന്ന് രാത്രികാലം വിടുതൽ പ്രാപിപ്പാൻ By പോകും. that fire, many children are going to get deliverance. അതിനുവേണ്ടി ഞാൻ പ്രത്യേക പാട്ടുകളൊന്നും ഉടനെ പാടുന്നില്ല. I'm not going to sing any എന്നാൽ song for നിങ്ങളുടെ that. കണ്ണുകൾ കൊണ്ട് അത് കാണും. But the Lord will see. ആ അഗ്നി കത്തുന്നത് ഇന്ന് രാത്രി നാം കാണും. We can see that fire burning tonight. ഇന്ന് രാത്രി ആ അഗ്നി കത്തുന്നത് അനേകർ കണ്ണുകൾ കൊണ്ട് ആത്മാവിൽ കാണും. In many of your spiritual eyes, you will see that അനേക fire കുഞ്ഞുങ്ങളുടെ മേൽ today. അഗ്നി വന്ന് ഇറങ്ങുന്നു. On many children, that fire is coming ഇത് down. അന്ധകാര ശക്തികൾ ഓടുന്നു. All the powers of darkness are running away. ദൈവത്തിന്റെ അഗ്നിയെ കണ്ട് ശത്രു ഭയപ്പെടുന്നു. See the fire of God. The enemy is worried, afraid. ഇതാ ദൈവത്തിന്റെ അഗ്നിയെ കണ്ട് ശത്രു ഭയപ്പെടുന്നു. See the fire of God. The enemy is afraid. നിന്നെ വിടുവിക്കുന്ന അഗ്നി ഇറങ്ങി വന്നു. The fire that delivers you is coming down. നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായത് നീങ്ങി പോകുന്നു. And what is against the blessing of our Lord എല്ലാ is going കുഞ്ഞുങ്ങളും away. വായുതുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. All the children may open your mouth and praise the Lord. ദൈവത്തെ സ്തുതിച്ചാട്ട്. You may please praise the Lord. ദൈവത്തിന്റെ അഗ്നിക്കായി കാത്തിരുന്നാട്ട്. And that ദൈവത്തിന്റെ അഗ്നിക്കായി കാത്തിരുന്നാട്ട്. and wait for the fire of the Lord. ആരും കണ്ണു തുറക്കരുത്. Nobody should open your eyes. 5 മിനിറ്റ് മാത്രം. 5 minutes more. 5 മിനിറ്റ് മാത്രം. Only 5 more minutes. ഈ അഗ്നിയുടെ ഉള്ളിലേക്ക് നാം കടന്നു വരുമ്പോൾ When we come into that ഈ fire, ആത്മീകമായ അഗ്നി നമ്മെ രൂപപ്പെടുത്തുകയാണ്. this spiritual fire will transform അതാണ് us. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ കണ്ടതായ ദർശനം. And that is a vision that's told in the book of ഇന്ന് രാത്രി Ezekiel പല chapter 1. കുഞ്ഞുങ്ങൾക്കും ദൈവം ദർശനം കാണിച്ചു തരാൻ പോകുന്നു. Tonight, God is going to give vision to many children. പ്രവാചകന്റെ ദർശനത്തിൽ കൂടെ ദൈവം എന്താണ് കാണിച്ചത്? And to the prophet, ഒരു what പാടി God showed. കത്തുന്നതായ തീയും
കാറ്റും അവിടെ നിന്ന് വരുന്നത് കണ്ടു. He saw a great fire burning and a great wind ആ coming from തീയുടെ there. നടുവിൽ നിന്ന് 4 പ്രത്യേകമായ ജീവികൾ പ്രത്യക്ഷപ്പെടുകയാണ്. Among the fire there 4 kinds of creatures were ഇന്ന് appearing. രാത്രി കർത്താവ് നിന്നെ രൂപപ്പെടുത്തുന്നത് ആത്മാവിന്റെ കണ്ണുകളിൽ ദൈവം കാണിച്ചു തരും. God will show you in the spirit's eyes how God is transforming you tonight. അനേക കുഞ്ഞുങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുന്നു. Tonight, there is a transformation in the life of many. അതേ സ്വർഗീയമായ അഗ്നിയെ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. And the spiritual fire, the heavenly fire, the Lord is അത് sending. ഇപ്പോൾ കത്തട്ടെ. Let it burn now. അതേ കുഞ്ഞുങ്ങൾ ആത്മാവിൽ അത് ദർശിക്കട്ടെ. And the children may see that in the spirit. മാതാപിതാക്കളെ നിങ്ങൾ ആത്മാവിൽ അത് കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. The parents, you also may see the spirit about that. എല്ലാ യവനക്കാരും മുട്ടുമേലിരുന്നാട്ടെ. All may please sit on your knee. നിങ്ങൾ 2 കൈമടിച്ച് യേശുവിന്റെ രക്തത്താൽ എനിക്ക് ജയമെന്ന് പറഞ്ഞാട്ടെ. Clap your hands and say, victory through the blood of എല്ലാ Jesus. കുഞ്ഞുങ്ങളും മുട്ടുമേലിരുന്നാട്ടെ. Let all the children may please on your knees. അഭിഷേകം പ്രാപിക്കാത്ത പലരും ഇവിടെയുണ്ട്. There are many those who are not received the anointing. നിങ്ങൾ മുട്ടുമേലിരുന്നാട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും All മുട്ടുമേലിരുന്നാട്ടെ. the children, you may please sit on knees. എല്ലാ ആൺകുട്ടികളും യവനക്കാർ എല്ലാവരും മുട്ടുമേൽ നിന്നാട്ടെ. All the boys, all the youth, you may please sit on the പ്രത്യേകിച്ച് knees. അഭിഷേകം പ്രാപിക്കാത്തവർ Especially those who are not received the 2 anointing. കരങ്ങളെയും തട്ടി കർത്താവിന്റെ രക്തത്താൽ എനിക്ക് ജയമെന്ന് നീ പറഞ്ഞാട്ടെ. You clap your hands and say, by the blood of Jesus I have ഇസ്രായേലിന്റെ victory. ശക്തി ആ രക്തം തകർത്തു കളഞ്ഞുവെങ്കില് And if the power of Egypt is destroyed by the blood, ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ നിനക്ക് ജയം തരാൻ പോകുകയാണ്. tonight by the blood of Jesus you will get victory. അഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങൾ And the children, those who are God, നിങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നാട്ടെ. you worship the Lord in the unknown tongue. നിങ്ങളുടെ മേലുള്ളതായ അഗ്നി നിങ്ങളുടെ അടുത്തുള്ളവരുടെ മേൽ പടർന്ന് പിടിക്കുവാൻ പോകുകയാണ്. The fire that is on you, that may catch others also. അഗ്നി ഇതാ പടർന്ന് കത്തട്ടെ. Let that fire may burn. ദൈവത്തിന്റെ അഗ്നി പടർന്ന് പിടിക്കട്ടെ. Let the fire of God may burn. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നാട്ടെ. Every one of you together praise the ശരീരത്തെ Lord. വിട്ടുകൊടുത്ത് ആത്മാവിൽ നിറയാം. You leave your body filled with the Spirit. മക്കൾ ജ്വലിച്ചിടുവാൻ ആത്മതീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ ആത്മതീയാലിന്റെ അഭിഷേകം ചെയ്യണമേ ആത്മതീയാലിന്റെ അഭിഷേകം ചെയ്യണമേ തീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ ആത്മതീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ ആത്മതീയാലിന്റെ അഭിഷേകം ചെയ്യണമേ ആത്മതീയാലിന്റെ അഭിഷേകം ചെയ്യണമേ തീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ ആത്മതീ കൊണ്ടു നിൻ മക്കൾ ജ്വലിച്ചിടുവാൻ ആത്മതീയാലിന്റെ അഭിഷേകം ചെയ്യണമേ 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 ആത്മതീയാലിന്റെ അഭിഷേകം ചെയ്യണമേ